നമസ്കാരം. ഭക്ഷണം ഉൾപ്പെടെ ഗാസയിലേക്കുള്ള എല്ലാ സഹായവും ഇസ്രയേൽ തടയുന്നത് 2 മാസം പിന്നിടവേ മുൻപിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. ഇന്ധനവും അവശ്യ മരുന്നുകളും എങ്ങും കിട്ടാനില്ല. റൊട്ടിയും കിട്ടാക്കനിയായി. സ്റ്റോക്ക് തീർന്നതോടെ സന്നദ്ധ സംഘടനകളുടെ അടുക്കളകളിൽ പലതും ഭക്ഷണം പാകം ചെയ്ത് എത്തിക്കുന്നതും അവസാനിപ്പിച്ചു. തുറന്നു പ്രവർത്തിക്കുന്ന ചുരുക്കം ചില കടകളിൽ 1 കിലോ തക്കാളിക്ക് പോലും $14, ഏകദേശം 1195 രൂപയോളം നൽകണം. ടിന്നിലടച്ച പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ചുരുക്കം ചില അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തുന്നുണ്ട്. മുട്ട, പച്ചക്കറി തുടങ്ങി പോഷകമുള്ള ഒന്നും തന്നെ യുദ്ധം തുടങ്ങിയതിനു ശേഷം കുഞ്ഞുങ്ങൾക്ക് നൽകാനായിട്ടില്ലെന്ന് സങ്കടം പറയുന്നവരുമുണ്ട്. മാർച്ചിൽ മാത്രം 3700 കുട്ടികളിൽ കടുത്ത പോഷകാഹാരക്കുറവ് കണ്ടെത്തിയിരുന്നു. ഫെബ്രുവരിയിലേതിനേക്കാൾ 80% വർധനവാണിത്. US നിർദ്ദേശിച്ച വെടിനിർത്തലിന് ഹമാസ് സമ്മതിച്ചില്ലെന്നാരോപിച്ച മാർച്ച് 2-നാണ് ഇസ്രയേല് ഗാസയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയത്. മാർച്ച് 18-ന് യുദ്ധം പുനരാരംഭിക്കുകയും ചെയ്തു. ബന്ദികളെ വിട്ടുകിട്ടാൻ ഇത്തരം കടുത്ത നടപടി കൂടിയേ തീരൂ എന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. ഹമാസിനെതിരെ ഇസ്രയേൽ പട്ടിണി യുദ്ധതന്ത്രമായി പ്രയോഗിക്കുകയാണെന്നും അത് യുദ്ധക്കുറ്റമാണെന്നും സന്നദ്ധ സംഘടനകളും ആരോപിക്കുന്നുണ്ട്. റാഫയിലെ ചാരിറ്റി കിച്ചൺ അടക്കം തങ്ങൾ ഭക്ഷണ സാമഗ്രികൾ എത്തിക്കുന്ന 47 അടുക്കളകളിലേക്കും അവസാന സ്റ്റോക്കും നൽകിയെന്ന് ആഗോള ഭക്ഷ്യ പദ്ധതി അറിയിച്ചു. ഇവയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നും പറയുന്നുണ്ട്. അതേസമയം വിതരണം ചെയ്യാൻ സഹായ സംഘങ്ങൾക്ക് ഭക്ഷണ പൊതികൾ എത്തുന്നില്ല. ചന്തകൾ പൂർണ്ണമായും ശൂന്യമാണ്. ഇസ്രയേൽ ഗാസയിൽ പട്ടിണി അടിച്ചേൽപ്പിക്കുകയാണെന്ന പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി പ്രതികരിച്ചിട്ടുണ്ട്. ഗാസയിലെ UN ഭക്ഷ്യശേഖരം പൂർണ്ണമായും തീർന്നു. മരുന്നുക്ഷാമം നിരവധി രോഗികളുടെ മരണത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾക്കെല്ലാം കടുത്ത പ്രതിസന്ധിയിലാണ്. ഗാസയിൽ 23 ലക്ഷത്തോളം പേർ ടിന്നിലടച്ച് സംസ്കരിച്ച ഭക്ഷണ സാധനങ്ങൾ കൊണ്ടാണ് ജീവൻ നിലനിർത്തുന്നതെന്നാണ് അൽ ജസീറ അടക്കം റിപ്പോർട്ട് ചെയ്തത്. 16 വയസ്സിന് താഴെയുള്ളവരിൽ പോഷകാഹാരക്കുറവ് രൂക്ഷമാണെന്നും റിപ്പോർട്ടുണ്ട്. ഇസ്രയേൽ സൈന്യം കൃഷിഭൂമി വ്യാപകമായി നശിപ്പിച്ചതോടെ പ്രാദേശികമായി ലഭിക്കാറുള്ള പച്ചക്കറികൾ പോലും കിട്ടാതായ അവസ്ഥയിലാണ്. വെടിനിർത്തൽ ചർച്ചകൾക്കായി കെയ്റോയിൽ ചേരുന്ന യോഗത്തിൽ ഗാസയിലെ മാനുഷിക പ്രതിസന്ധി ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഹമാസ് പ്രതിനിധി സംഘം കെയ്റോയിലുണ്ട്. ഇസ്രയേൽ കടന്നാക്രമണത്തിൽ ഇതുവരെ 52,243 പലസ്തീൻകാർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ഗാസ സർക്കാരിന്റെ കണക്ക് പ്രകാരം മരണം 61,700 കടന്നു. ഗാസയിൽ 24 മണിക്കൂറിനിടെ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 51 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം വെടിനിർത്തൽ ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് മധ്യസ്ഥരായ ഖത്തർ അറിയിച്ചിരുന്നു. വ്യാഴാഴ്ച ദോഹയിലെത്തിയ ഇസ്രയേൽ ചാര സംഘടന മുസാദിന്റെ ഡയറക്ടർ ഡേവിഡ് ബാർണിയ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനിയുമായി ചർച്ച നടത്തിയിരുന്നു. ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിച്ചാൽ ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും വിട്ടുകൊടുക്കാമെന്നാണ് ഹമാസിന്റെ നിലപാട്. എന്നാൽ ഉപാധികളില്ലാതെ ഹമാസ് ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം. തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാനുമായും അങ്കറയിൽ ഹമാസ് നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. അതിനിടെ ലെബനനിലെ തെക്കൻ ബെയ്റൂട്ടിൽ പാർപ്പിട സമുച്ചയത്തിന് നേരെ ഇസ്രയേൽ ബോംബാക്രമണം നടത്തി. ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകി 1 മണിക്കൂറിനകമായിരുന്നു ബോംബിംഗ് നടത്തിയത്.